മച്ചാനെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ കാണും ഒരു ചായ കമ്പനി അല്ലേ. ഇപ്പം ഞാനായാലും ഞങ്ങൾ ഒരു സർക്കിളുണ്ട്. ആ ഒരു സർക്കിൾ നൈറ്റ് ആകുമ്പോൾ ഒരു പോക്കാട് പോകും. ഒരു അടുത്തെവിടെയും പോയി ഒരു ചായ കുടിച്ച് ചുമ്മാ ഇങ്ങനെ കഥ പറഞ്ഞിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കളിയാക്കി ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെയൊക്കെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം ഞങ്ങളെല്ലാവരും പറയുന്നൊരു തീരുമാനങ്ങളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മളെല്ലാവരും ഓരോരോ കാറിന് അവിടെ വന്ന് ഇറങ്ങുമെന്നുള്ളത്. അത് നിസ്സാര വിലയുടെ കാറൊന്നുമല്ല, നല്ല റേറ്റ് കൂടിയ ഒരു ഐറ്റം തന്നെ. ഓരോരുത്തരും ഓരോന്ന് വെച്ച് കൊണ്ടുവന്ന് ഇറങ്ങുമെന്നൊക്കെ ഞങ്ങൾ മാത്രമല്ല പലരും അങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ. ഇൻഷാ അല്ലാ അതൊക്കെ സംഭവിക്കും. നമ്മൾ ആനയോളം കാണണം, എന്നാലാണ് എലിയോളെങ്കിലും പഠിച്ചു നമുക്ക് തരുള്ളൂ. അപ്പോഴും നമ്മളെല്ലാവരും പറയും എന്ത്, എല്ലാവർക്കും ഓരോന്ന് വെച്ച് പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരാൾ, ആ ഒരാൾ ഇൻഷാ അല്ലാ എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിപ്പെട്ട് അവൻ്റെ കൂടെ എല്ലാവരും നടക്കുമെന്നുള്ളൊരു കാര്യം ഇൻഷാ അല്ലാ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മൾ പരിശ്രമിക്കാൻ പറ്റണതിൻ്റെ പീക്ക് ലെവൽ വരെ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു എവിടെയെങ്കിലും നമുക്കൊരു ഉയർച്ച കണ്ടിട്ടുണ്ടാവും. നമുക്ക് പടച്ചോൻ പല പരീക്ഷണങ്ങളും തരും, അതെല്ലാം നമ്മൾ സഹിക്കുക. കാരണം പടച്ചോൻ നമുക്ക് പല പരീക്ഷണം തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ദാരിദ്ര്യം തന്നിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ മരണം കാണിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് മനസ്സമാധാനം പോലും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എല്ലാം സഹിക്കണം. കാരണം പടച്ചോൻ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നാലും അതിൽ നമുക്കൊരു നന്മ എന്നെങ്കിലും പടച്ചോൻ കാണിച്ച് വച്ചിട്ടുണ്ടാവും. അത് ഷുവറാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നാ പറഞ്ഞേക്കണം. എത്രയോളം നമുക്ക് ഇടങ്ങേറുകൾ തന്നാലും അതിന് പടച്ചോനൊരു ശമനം തരും, അതിനൊരു നല്ല കാലവും പടച്ചോൻ തരും. എന്തായാലും നമ്മളെ പടച്ചോൻ പരീക്ഷിക്കും. കാരണം പരീക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാരായ നമ്മളെ പടച്ചോനെ ഇങ്ങനെ വിട്ടേക്കണത്. അത് സത്യമല്ലേ. ഇൻഷാ അല്ലാ എല്ലാവരും പീക്ക് ലെവൽ വരെ പോവാ, പറ്റണ അത്രയും പോവാ. ഓൾ ദ ബെസ്റ്റ്.